നമസ്കാരം. ഞാൻ ഡോക്ടർ സായിജി. വീണ്ടും ഡോക്ടർ സായിജി ടോക്സിലേക്ക് സ്വാഗതം. സ്ത്രീകളിൽ കണ്ടുവരുന്ന ബ്ലീഡിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ രക്തസ്രാവത്തിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. അതിനകത്ത് നമുക്ക് തന്നെ അറിയാം, സാധാരണ സ്ത്രീകൾക്ക് മെൻസസ് ആവുക അല്ലെങ്കിൽ പീരീഡ്സ് ആവുക അല്ലെങ്കിൽ ആർത്തവമാവുക എന്ന് പറയുന്നത് ഒരു മാസം ഒരു 27-28 ദിവസം കൂടുമ്പോൾ സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടാവാറുണ്ട്. പ്യൂബർട്ടി ആയതിനു ശേഷം അല്ലെങ്കിൽ പ്രായപൂർത്തിയായതിനു ശേഷം ആ മെൻസ്ട്രൽ ആ ഒരു സൈക്കിൾ നിൽക്കുന്നത് വരെ ഈ ഒരു പ്രവണത നമുക്ക് കണ്ടുവരാവുന്നതാണ്. എന്താണ് മെൻസസ്? നമുക്ക് അറിയാം, സ്ത്രീ ഗർഭപാത്രം ശരിക്കും ഒരു കുഞ്ഞിനെ സ്വീകരിക്കുവാൻ തയ്യാറായിട്ടുള്ള രീതിക്ക് ഉള്ള ചേഞ്ചസ് അതിനകത്ത്, ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലുള്ള ആവരണമായ എൻഡോമീട്രിയത്തിനകത്ത് ഒരു ചേഞ്ചസ് വരികയും ഒരു കുഞ്ഞിനെ സ്വീകരിക്കുവാൻ കണക്കാക്കിയുള്ള രീതിക്കുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ ഒരു 27-28 ദിവസമാകുമ്പോൾ ഗർഭധാരണം എന്നൊരു പ്രക്രിയ നടക്കാതെ വരുമ്പോൾ തീർച്ചയായും അവിടെ ആ എൻഡോമീട്രിയത്തിനകത്ത് വന്നിരിക്കുന്ന ആ പ്രതലം പൊഴിഞ്ഞു പോകുന്നു, ഷെഡ് ചെയ്ത് പോകുന്നു. അതിനാണ് ശരിക്കും ആർത്തവം അല്ലെങ്കിൽ മെൻസസ് എന്നുള്ളത് നമുക്കറിയാം. ഒരു കണക്കിൽ പറഞ്ഞാൽ ഒരു ഗർഭപാത്രത്തിൻ്റെ കണ്ണുനീരാണ് മെൻസസ് എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനാർഹമായതും വളരെ ആവശ്യമുള്ളതുമായ ഒരു കാര്യമാണ് ഈ മെൻസസ് എന്ന് പറയുന്നത്. പലപ്പോഴും ആദ്യത്തെ ആർത്തവം തന്നെ വലിയ ആഘോഷമായിട്ടൊക്കെ പല ആചാരങ്ങളിലും പല നാടുകളിലും പല സമ്പ്രദായങ്ങളിലൊക്കെ ആചരിച്ചു പോകുന്ന ഒരു പ്രവണതയെ നമുക്ക് കാണാം. ഇതൊക്കെ തന്നെയാണെങ്കിലും പലപ്പോഴും ശ്രദ്ധിക്കപ്പെടേണ്ടതായ ചില രക്തസ്രാവമുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് വളരെ വേഗം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോടൊന്ന് ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് ഞാനിന്ന് വിചാരിക്കുന്നത്. നമുക്കറിയാം, സ്ത്രീകളിൽ പൊതുവേ ബ്ലീഡിങ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അത് ഒരുപക്ഷെ സ്ത്രീകൾക്ക് സാധാരണ യൂട്രൈൻ ഫൈബ്രോയിഡ്, എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ PCOS ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. അത് എല്ലാം വിശദമായി പറയുക എന്ന് വെച്ചാൽ വളരെയധികം സമയം എടുക്കുന്ന ഒരു പ്രവണത ആയതുകൊണ്ട് ഞാൻ പൊതുവെ ശ്രദ്ധിക്കപ്പെടേണ്ടതും അപായ സൂചന നൽകുന്നതുമായ ഒരു ബ്ലീഡിങ്ങിനെ കുറിച്ച് പറയുവാനാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും നമുക്കറിയാമെന്നുള്ളത്, സ്ത്രീകളിൽ സാധാരണ കണ്ടുവരുന്ന രക്തസ്രാവത്തിൽ പ്രധാനമായും നമ്മൾ വളരെ കരുതലോടുകൂടി അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു ഇതാണ് സെർവിക്കൽ ക്യാൻസർ എന്നുള്ള ഒരു അവസ്ഥ കൊണ്ടുണ്ടാകുന്ന ബ്ലീഡിങ് അല്ലെങ്കിൽ രക്തസ്രാവം. സെർവിക്കൽ ക്യാൻസർ എന്നത് സാധാരണ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതായ ഒരു കാര്യമാണ്. എന്താണ് സെർവിക്സ്? ഗർഭപാത്രത്തിൻ്റെ ഏറ്റവും താഴത്തെ ഒരു പോർഷൻ അൽഭാഗമാണ് സെർവിക്സ്. അത് ശരിക്കും സ്ത്രീ ലൈംഗിക അവയവമായ വജൈനയിലോട്ട് പുറക്കപ്പെടുന്ന ഒരു ഇതാണ് സെർവിക്സ്. അപ്പോൾ ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ. അപ്പോൾ എന്തുകൊണ്ട് ഈ സെർവിക്കൽ ക്യാൻസറിന് പ്രധാനമായി എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് സെർവിക്കൽ ക്യാൻസർ പൊതുവേ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരു തരം വൈറസ് കൊണ്ടാണ് ശരിക്കും സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകുന്നത്. അത് എന്തുകൊണ്ട് ഈ വൈറസ് എങ്ങനെയെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സുരക്ഷിതമല്ലാത്ത ഒരു ലൈംഗിക ജീവിതം കൊണ്ട് തന്നെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇത് കൂടുതലായി നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ജീവിതം, ഒന്നിലധികം പേരുമായിട്ടുള്ള ലൈംഗിക ബന്ധം, അല്ലെങ്കിൽ ലൈംഗികമായ ശുചിത്വമില്ലായ്മ. ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നിലധികം പേരുമായിട്ടുള്ള മൾട്ടിപ്പിൾ സെക്ഷുവൽ പാർട്ട്നേഴ്സ്. അപ്പോൾ തന്നെ അങ്ങനെ വരുമ്പോൾ തന്നെ ശരിക്കും ലൈംഗികമായ ശുചിത്വമില്ലായ്മ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ പുകവലി, അമിതമായ മദ്യപാനം, അല്ലെങ്കിൽ ദീർഘനാളത്തെ ഗർഭനിരോധന മുറകൾ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടുതൽ കോൺട്രാസെപ്റ്റീവ്സ് കൂടുതലായി ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള ഒരു പ്രവണതയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ പറയുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെത്തുവാനും അത് ഒരു ക്യാൻസറായി രൂപാന്തരം പ്രാപിക്കുവാനും കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലൈംഗികപരമായ ശുചിത്വവും ലൈംഗികമായ മിതത്വവും നിയന്ത്രണവും മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഇല്ലാതെയുള്ള രീതിക്ക് നമ്മൾ അത് ശ്രദ്ധിക്കണമെന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കുറയ്ക്കുന്ന തരത്തിലുള്ള HIV അല്ലെങ്കിൽ TB പോലുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളും നമ്മുടെ പ്രതിരോധ ശേഷി, നമ്മളെ ഇമ്മ്യൂൺ വ്യവസ്ഥയെ
തകരാറിലാക്കുകയും അത് നമുക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഈ വൈറസിൻ്റെ ആക്രമണം പെട്ടെന്ന് വളരെ ഇതായിട്ടുണ്ടാവാൻ നമ്മുടെ ഒരു കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കൊണ്ട് നമ്മൾ പറഞ്ഞു സെർവിക്കൽ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താണ് ഇതിനകത്തുള്ള ലക്ഷണം? പൊതുവേ ഏത് തരത്തിലുള്ള പ്രശ്നമാണെങ്കിലും ബ്ലീഡിങ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണെങ്കിൽ പോലും തുടക്കത്തിൽ നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് യാതൊരുവിധ ലക്ഷണങ്ങളും ഉണ്ടാവണമെന്നില്ല, ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ശരിക്കും ഒരു മെൻസ്ട്രൽ ബ്ലീഡിങ് ഒരു പക്ഷേ മാസമുറ ഉണ്ടായാൽ തന്നെ നിൽക്കാത്ത തരത്തിലുള്ള ബ്ലീഡിങ്, അമിതമായ രക്തസ്രാവം. ഇനി അതിനേക്കാളും ഏറ്റവും ഇതിനകത്ത് വളരെ പ്രധാനമായി നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ശാരീരിക ബന്ധം ഏർപ്പെട്ടതിന് ശേഷം ബ്ലീഡിങ്, അതിനെ പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിങ് എന്നാണ് പറയുന്നത്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതും ഇതിനകത്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുമായാണ്. ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിനുശേഷം ബ്ലഡിൻ്റെ ഏതെങ്കിലും ട്രേസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതിനകത്ത് തന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ഒരു പക്ഷേ ഏത് സ്ത്രീകളിലാണെങ്കിലും ഒരു ആഫ്റ്റർ മെനോപോസ് മാസമുറ നിന്നതിന് ശേഷം മാസമുറ നിന്നു എന്ന് നമുക്ക് വ്യക്തമായി കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ബ്ലീഡിങ് ഉണ്ടാവുക, അതിപ്പോൾ ഒരു തുള്ളി ബ്ലഡ് ആണെങ്കിൽ പോലും അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടണം. അത് ഒരു സ്ക്രീനിങ് ടെസ്റ്റിന് വിധേയം ആയിരിക്കണമെന്നുള്ളതാണ്. ഇനി പലപ്പോഴും ഈ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളോട് കൂട്ടത്തിൽ തന്നെ ഇതൊന്നുമല്ലാതെ തന്നെ ചിലപ്പോൾ സ്ത്രീ യോനിഭാഗത്തിൽ നിന്ന് അമിതമായ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ചാർജ്, ദുർഗന്ധം വമിക്കുന്ന ഡിസ്ചാർജ്, അതിനോടൊപ്പം ചൊറിച്ചിൽ, അസഹ്യമായ വേദന. ഈ വേദനയുടെ ഏറ്റവും വലിയ മുഖ്യമായ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കൂടുതലായി നമുക്ക് ഈ വേദന കണ്ടുവരുന്നത് പെൽവിക് പെയിൻ എന്നാണ്. ഇടുപ്പിന് ചുറ്റും ആ രീതിക്ക് വേദന. പിന്നെ വേണമെങ്കിൽ അത് താഴെ കാലിലോട്ട് പടരാനും സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇൻ്റർമെൻസ്ട്രൽ ബ്ലീഡിങ്, പോസ്റ്റ് കോയിറ്റൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ടതിന് ശേഷമുള്ള ബ്ലീഡിങ്, പിന്നെ യോനിഭാഗത്തു നിന്നും ദുർഗന്ധം വമിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ചാർജ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളത് ശ്രദ്ധിക്കണമെന്നാണ്. പൊതുവെ 40 വയസ്സ് കഴിഞ്ഞ ഏതൊരു സ്ത്രീക്കും ഇത് ഒരു സ്ക്രീനിങ്ങിന് വിധേയമാകണമെന്നുണ്ട്. അപ്പോൾ സ്ക്രീനിങ് ടെസ്റ്റിലൂടെ നമുക്കിത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനും കഴിയും എന്നുള്ളതാണ്. അത് നമ്മുടെ നാട്ടുകളിൽ സ്ത്രീകൾക്ക് പറയാറുള്ളത് ഒരു വൈറ്റ് ഡിസ്ചാർജ്, വെള്ളപ്പോക്ക് എന്ന് പറയുന്ന ഒരു പ്രവണത പലരും പറയാറുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നമുള്ള സ്ത്രീകളിൽ തന്നെ നമുക്കറിയാം ഒരു പക്ഷേ ലുക്കോറിയൽ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന കംപ്ലൈൻറ്റ് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ അധികരിച്ച് നിൽക്കുകയാണെങ്കിൽ എന്നുവെച്ചാൽ വളരെ പ്രൊഫ്യൂസായിട്ട് ധാരാളം വെള്ളം പോകുന്ന ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു ലുക്കോറിയ അല്ലെങ്കിൽ വെള്ളപ്പൊക്ക് സാധാരണ ഉണ്ടാവാറുണ്ട്. സാധാരണ സ്ത്രീകൾക്ക് ഓവുലേഷൻ സമയത്ത് അങ്ങനെ ഒരു ചെറിയ ഒരു സ്രവം ഉണ്ടാവാറുണ്ട്. അത് ശരിക്കും ഓവുലേഷൻ സമയത്താണ്. പക്ഷേ അതിനുപരിയായി വളരെ ദീർഘനാളത്തേതായ രീതിക്കുള്ള വെള്ളപ്പൊക്കും അതിനോടനുബന്ധിച്ച് അതിന് ദുർഗന്ധവും അല്ലെങ്കിൽ നിറവ്യത്യാസം, മഞ്ഞ കളർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ക്രോണിക്, സാധാരണ നാടൻ രീതികളിലൊക്കെ നാടൻ ഭാഷകളിൽ തന്നെ മേഘവാതം എന്നൊക്കെയാണ് ആൾക്കാർ പറയാറുള്ളത്. അങ്ങനെയുള്ള വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദുർഗന്ധം ഉണ്ടെങ്കിൽ അവർ ഈ പറയുന്ന പാസ്മിയറി ടെസ്റ്റിന് വിധേയമാകേണ്ടതാണ്. അത് കഴിഞ്ഞാൽ ആ സ്ക്രീനിങ് ടെസ്റ്റിന് വിധേയമായി കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത്തരം പറയുന്ന രോഗങ്ങൾ ഇത് നമുക്ക് ഒരുപക്ഷെ അത് ക്യാൻസറിലോട്ടാണ്, ക്രോണിക് സെർവിസൈറ്റിസ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സെർവീസിനുണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനാണ് നീണ്ടു നിൽക്കുന്ന ഈ പറയുന്ന വേസ്റ്റ് ഡിസ്ചാർജിനൊരു കാരണമാകുന്നത്. അത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ വേഗം തന്നെ മുൻകൂട്ടി തിരിച്ചറിയാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുള്ള സ്ത്രീകൾ തീർച്ചയായും അത് നിസ്സാരമായി കണക്കാക്കാതെ ഒരു 40 വയസ്സിന് ശേഷമാണെങ്കിൽ തീർച്ചയായും അത് അവർ ഒരു 6 മാസത്തിലൊരിക്കലെങ്കിലും ആ സ്ക്രീനിങ് ടെസ്റ്റിന് വിധേയമാകണം. അത് ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളതാണ്. യഥാവിധം ഏത് ക്യാൻസറാണ് എങ്കിലും യഥാവിധം നമുക്കത് കൃത്യമായ സമയത്ത് നമുക്കത് കണ്ടെത്താൻ കഴിഞ്ഞാൽ നമുക്കത് ഏർലി ഡിറ്റക്ഷനാണ് ക്യാൻസറിനെ സംബന്ധിച്ച് പ്രധാനം. നമുക്കതിന് നല്ല രീതിക്കുള്ള പൂർണ്ണമായും അത് ചികിത്സിച്ച് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്നത്. അപ്പോൾ ഏത് ക്യാൻസറാണെങ്കിലും നേരത്തെ ഏർലി ഡിറ്റക്ഷൻ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ
സ്ത്രീകളിൽ ഈ പറഞ്ഞ കണ്ടീഷൻ കൊണ്ടുണ്ടാകുന്ന തരത്തിലുള്ള ബ്ലീഡിങ് ഒരു കാരണവശാലും അവഗണിക്കാൻ പാടില്ലാത്തതാണ്. അത് തീർച്ചയായും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. മറ്റൊരു വിഷയവുമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം. താങ്ക് യു.